കൂടെ ആഡ് ചെയ്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഒരു 2-3 സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ഇടുന്നത്. ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ അതൊന്ന് മസാല എടുത്തതിന് ശേഷം കുറച്ചും കൂടെ മുളക് പൊടി ഞാനിവിടെ ഇടുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ അതൊന്ന് മസാല നല്ല രീതിയിൽ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാൻ എടുത്ത് ചൂടാകാൻ വെച്ച് അതിൽ എണ്ണ നല്ല രീതിയിൽ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല ഈ സുന്ദരക്കുട്ടപ്പന്മാരെ ചിക്കന്മാരെ എന്നിട്ട് ഈ ചിക്കനെയൊക്കെ എടുത്ത് നമ്മൾ അതിലേക്കിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ മാവൊന്ന് നോക്കി, മാവൊക്കെ പരുവായിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. ലൈറ്റായിട്ടൊന്ന് കരിഞ്ഞു പോയി നിങ്ങൾ കരിയാൻ നോക്കിയാൽ മതി. എന്നിട്ട് അടുത്ത് പാലാടയ്ക്കുള്ള പരിപാടി നോക്കിയാണ്. അതിനായിട്ട് പാൻ എടുത്ത് ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ മട്ടത്തിന് നമ്മളൊന്ന് ഈ പാലട മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്കൊന്ന് ഇതുപോലെ മടക്കിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ നമ്മുടെ പാലടയുടെ പരിപാടി കഴിഞ്ഞു. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയുടെ പരിപാടിയും കഴിഞ്ഞു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പാലടയിലോട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ എടുത്ത് മാറ്റി വയ്ക്കണം. ആഹാ.